നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. വാക്സിൻ കച്ചവടമാക്കിയാൽ രാഷ്ട്രീയമായി തന്നെ അതിനെ ചോദ്യം ചെയ്യുമെന്ന് കേരളം രാജ്യത്തിന് കാട്ടിക്കൊടുത്തു. ആരും ആഹ്വാനം ചെയ്യാതെ വാക്സിൻ ചലഞ്ചിലൂടെ 1 കോടിയിൽ പരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ വാക്സിൻ തുകയായി എത്തിച്ചു നൽകിയത്. പ്രതിസന്ധികൾക്കിടയിലും പ്രതിരോധത്തിൻ്റെ കേരള മാതൃക. നാട്ടിലാകെ നാളെയും മറ്റന്നാളും ലോക്ക്ഡൗണിന് സമാനമായ കർശന നിയന്ത്രണമായിരിക്കും. കൂടുതൽ നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ചത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം പ്രതീക്ഷിക്കാം. ഇന്ന് 28,447 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 4,548, കോഴിക്കോട്ട് 3,939, തൃശ്ശൂരിൽ 2,952 പേർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 3,000-നടുത്ത് രോഗികളാണ് മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ. ഇത് കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ ഇതിനുമൊക്കെ അപ്പുറം അതീവ സങ്കീർണമാണ് രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി. ഓക്സിജൻ ക്ഷാമം അതിരൂക്ഷമാണ്. ദില്ലിയിൽ പ്രാണവായുവിനായി നെട്ടോട്ടമാണ്. ഗംഗാരാം ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടാതെ 25 പേർക്ക് ജീവൻ നഷ്ടമായി. വെന്റിലേറ്റർ ക്ഷാമവും രൂക്ഷമാണ്. പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയം പരക്കെ വിമർശിക്കപ്പെടുകയാണ്. സൗജന്യമായി സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ നൽകണമെന്ന ആവശ്യം മാനിക്കാതെ കേന്ദ്ര സർക്കാർ നിൽക്കുമ്പോൾ തന്നെ ബംഗാളിൽ അധികാരത്തിലെത്തിയാൽ വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് വോട്ടർമാരോട് പറയാൻ മടിക്കുന്നതുമില്ല. ഈ പൊതു സാഹചര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചാ വിഷയമായി ന്യൂസ് ആൻഡ് വ്യൂസിൽ എത്തുന്നത്. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്നും 1,00,000-ലധികം കോവിഡ് രോഗികൾ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 28,447 പേർക്ക്. 27 കോവിഡ് മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21% മുകളിൽ. ഗുരുതര സാഹചര്യമെന്ന് മുഖ്യമന്ത്രി. നാളെയും മറ്റന്നാളും ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യമെന്ന് മുഖ്യമന്ത്രി. കൂടുതൽ നിയന്ത്രണം തിങ്കളാഴ്ചത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം. പ്രാണവായു കിട്ടാനില്ലാതെ രാജ്യതലസ്ഥാനം. ദില്ലിയിൽ ഓക്സിജൻ കിട്ടാതെ വൻ ദുരന്തം. ഗംഗാറാം ആശുപത്രിയിൽ 24 മണിക്കൂറിനിടെ 25 മരണം. 60 പേരുടെ നില ഗുരുതരം. മഹാരാഷ്ട്രയിലെ കോവിഡ് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 13 മരണം. രാജ്യത്ത് ഇന്ന് 3,32,730 കോവിഡ് രോഗികൾ. കോവിഡിനെതിരെ കൂട്ടായ പ്രയത്നം വേണമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ നിന്നുള്ള 3 രാജ്യസഭാംഗങ്ങളെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. ജോൺ ബ്രിട്ടാസും ഡോക്ടർ വി ശിവദാസനും പി വി അബ്ദുൽ വഹാബും രാജ്യസഭയിലേക്ക്. പൂരലഹരിയിൽ തൃശൂർ. വൻജനക്കൂട്ടം ഒഴിവാക്കി ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും. പാറമേക്കാവ്, തിരുവമ്പാടി സംഘങ്ങൾ മടങ്ങി. നാളെ ഉപചാരം ചൊല്ലിപ്പിരി. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. കവർച്ചാ നാടകമുണ്ടാക്കി BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും കോടികൾ മുക്കി. 10 കോടി രൂപയോളം വെട്ടിച്ചുവെന്ന് സൂചന. പ്രതികരിക്കാതെ കെ സുരേന്ദ്രൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജിയെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. ഷാജിക്ക് മതിയായ രേഖകൾ ഹാജരാക്കാനായില്ല. ഹാജരാക്കിയത് വ്യാജരേഖകളെന്ന് സംശയം. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ KP അരവിന്ദൻ, ആരോഗ്യ വിദഗ്ധൻ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബ്. ഡോക്ടർ മുഹമ്മദ് അഷീൽ. ഡോക്ടർ TS അനീഷ്. വാക്സിനുകൾ വാങ്ങുന്നതിലേക്കായി CMDRFിലേക്ക് സംഭാവനകൾ ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രം 1 കോടിയിലധികം രൂപയാണ് ഇങ്ങനെ എത്തിയത്. വാക്സിൻ സ്വീകരിച്ച് കുറച്ച് പേർക്കുള്ള വാക്സിൻ എൻ്റെ വക നൽകുന്നു എന്ന നിലപാടാണ് പലരും കൈക്കൊണ്ടിട്ടുള്ളത്. അല്ലാതെയും ഈ കാര്യത്തിൽ സഹകരിക്കാനാവും. നമ്മുടെ സമൂഹത്തിനാകെ വാക്സിനേഷൻ രോഗപ്രതിരോധത്തിന് ഒഴിച്ചുകൂടാത്തതാണെന്ന് തിരിച്ചറിവോടെ
ഇക്കാര്യത്തിൽ സാമ്പത്തികമായി സഹായിക്കാൻ വ്യക്തികളും സംഘടനകളും വിവിധ സ്ഥാപനങ്ങളും എല്ലാം തയ്യാറാവുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളുടെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി ഒത്തൊരുമിക്കുന്ന ജനത ഈ ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ വാക്സിൻ വാങ്ങുന്നതിനായി ജനങ്ങൾ നൽകുന്ന തുക സംഭരിക്കുന്നതിന് CMDRFൽ പ്രത്യേക അക്കൗണ്ട് ഉണ്ടാകും. ആ തുക വാക്സിനേഷന് വേണ്ടി മാത്രം ചെലവഴിക്കും. ഇപ്പോൾ വാക്സിനേഷൻ സ്വീകരിച്ചവരാണ് സംഭാവന അയക്കുന്നത്. എല്ലാവരും ഇതിന് സന്നദ്ധരാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കോവിഡ് കാലത്ത് ഇതും വളരെ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കുന്ന നിലയിൽ മാറുകയാണ് വാക്സിൻ ചലഞ്ച് എന്നുള്ളത്. അത് ആരും ആഹ്വാനം ചെയ്യാതെ സമൂഹമാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു ആശയത്തെ ആ നിലയിൽ തന്നെ ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. 2 ദിവസം കൊണ്ട് 1 കോടിയിൽ പരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത്. കോവിഡ് പ്രതിരോധത്തിൻ്റെ കാലത്ത് അത്തരമൊരു പുതിയ നിലപാടും സമീപനവും കൂടി കേരളം മുന്നോട്ട് വെക്കുന്നു. രാജ്യം അതും കാണുകയാണ്. ശ്രീ KJ ജേക്കബ്, ഞാൻ താങ്കളിൽ നിന്നാണ് ആദ്യം ഇന്ന് ഈ ചർച്ച ആരംഭിക്കുന്നത്. വാക്സിൻ കച്ചവടമാകുന്നു എന്ന വലിയ ആക്ഷേപം നിൽക്കുന്ന സാഹചര്യം, അതിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് വില നിർണ്ണയത്തിലെ പോരായ്മകളൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടമൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ വിധം കേരളം ഒരു പുതുമാതൃകയിലേക്ക് പോകുന്നത്. അതിനൊരുപാട് ആശയതലങ്ങളും നിലപാടുകളും ഒക്കെ കാണേണ്ടതല്ലേ? അത് കേവലം പണം നൽകി സഹായിക്കുന്നു എന്ന നിലയിൽ മാത്രമായി ഒതുക്കാവുന്നതാണോ ഇപ്പോൾ കേരളം പൊതുവായി കാഴ്ചവെക്കുന്ന ഈ നിലപാടും ഈ വാക്സിൻ ചലഞ്ചും? ശരത്ത്, അത് ഇൻഡിക്കേറ്റ് ചെയ്ത് നന്നായി. ഇതൊരു പണത്തിന്റെ പ്രശ്നമല്ല. കാരണം നമ്മളിപ്പോൾ കണക്കാക്കുന്നതനുസരിച്ച്, ശരത്ത് കേൾക്കാമോ? നന്നായി കേൾക്കാം, പറഞ്ഞോളൂ സർ. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. നമ്മളിപ്പോൾ കണക്കെടുക്കുന്നത്, അതായത് 18-നും 45-നും ഇടയ്ക്ക് പ്രായമായ ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യുന്ന പരിപാടിയിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ആ ജോലിയാണ് സംസ്ഥാന സർക്കാരുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോ അത് കണക്കാക്കി ഏകദേശം നമുക്ക് ഇത്രയും 1.5 കോടിയിലധികം ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം ഒരു ഡോസിന് 400 രൂപ വെച്ച് 1100-നും 1200-നും ഇടയ്ക്ക് കോടി രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഒരു റഫ് എസ്റ്റിമേറ്റ്. ഈ വിലയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്ര രൂപ കളക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും? പരമാവധി 50-100 രൂപ, കോടി രൂപ എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. മേജർ ചങ്ക് സർക്കാർ തന്നെ എടുക്കേണ്ടി വരും. നമ്മളിതിനകത്ത് കാണേണ്ടത്, ഞാൻ ഈ ചലഞ്ചുമായി ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളിതിനെ കാണേണ്ടത് ഇതൊരു വലിയൊരു രാഷ്ട്രീയ പ്രതിരോധമായിട്ട് തന്നെയാണ്. കാരണം ലോകത്തെല്ലായിടത്തും സർക്കാരുകളാണ് ഇതിന് വാക്സിൻ കൊടുക്കുന്നത്. അമേരിക്കയിൽ പോലും, കുത്തക മുതലാളിത്തത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള അമേരിക്കയിൽ പോലും എല്ലാ മനുഷ്യർക്കും ഫ്രീ ആയിട്ടാണ് വാക്സിൻ. അവരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വാക്സിൻ ഫ്രീ ആണ് എന്നുള്ളത് കൊണ്ട് ആൾക്കാരെ എടുക്കാണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആൾക്കാരെ എടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അവർ നടക്കുന്നത്. കാരണം വാക്സിന് പണം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാരെ എടുക്കാത്ത അവസ്ഥയുണ്ട് അമേരിക്കയിലെ ദരിദ്രന്മാരായ മനുഷ്യർ. അപ്പൊ അവരെ കൊണ്ട് എങ്ങനെയാണ് വാക്സിൻ എടുപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അമേരിക്കൻ സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ലോകത്ത് എല്ലായിടത്തും യൂണിവേഴ്സൽ വാക്സിനേഷൻ എന്നുള്ളത്, എല്ലാവർക്കും വാക്സിനേഷൻ കൊടുക്കേണ്ട അവസ്ഥ സർക്കാരുകൾ ഏറ്റെടുക്കുന്ന പണിയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി പണം നീക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 35,000 കോടി രൂപ നമ്മുടെ ബഡ്ജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നീക്കി വെച്ചിട്ടുണ്ട്. ഈ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ കണക്കനുസരിച്ചാണെങ്കിൽ 150 രൂപയ്ക്ക് ഈ വാക്സിൻ കൊടുത്താൽ 150 രൂപയ്ക്ക് അവർ ലാഭമാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്സിൻ കൊടുത്താൽ നമ്മൾ മുഴുവൻ ഇന്ത്യക്കാർക്കും 100 കോടി ഇന്ത്യക്കാർക്കും വാക്സിൻ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം നമ്മുടെ പാർലമെന്റ് പാസാക്കി കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട്. ഈ പണം എവിടെയെന്നുള്ള ചോദ്യം നമ്മൾ വളരെ പരമപ്രധാനമായിട്ട് ഉന്നയിക്കണം. ഈ പണം എവിടെ മാറ്റി വെച്ചിട്ടാണ് കോവിഡ് വാക്സിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് നമ്മുടെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയും ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുകയും ചെയ്ത പണം അവിടെ ഇരിക്കുമ്പോൾ എന്തിനാണ് സംസ്ഥാന സർക്കാരുകളുടെ പുറത്തേക്ക് ഈ ഭാരം അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഈ വാക്സിൻ ചലഞ്ചിൽ കൂടെ മലയാളികൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അതാണ് ഇതിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ എൻറ്റയർ വാക്സിനേഷൻ പ്രോഗ്രാമിൽ കേന്ദ്ര സർക്കാരിന് വന്ന
വളരെ വലിയ പാളിച്ചകളുണ്ട്. ഇപ്പം നോക്കൂ, നമ്മൾ ജനുവരി 15-നാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, കാരണം നമുക്ക് ജനസംഖ്യ കൂടുതലുണ്ട്. പക്ഷെ എല്ലാ മനുഷ്യരെയും വാക്സിനേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കേന്ദ്ര സർക്കാർ തുടങ്ങുന്നു. നമ്മളൊക്കെ കൈയടിച്ചതിനെ പ്രോത്സാഹിപ്പിച്ചു. എവിടെയാണ് ഈ വാക്സിൻ? എവിടെ നിന്ന് ഈ വാക്സിൻ വരും? ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ വാക്സിൻ കമ്പനികളും മുഴുവൻ സമയം ഈ 2 കമ്പനികളും മുഴുവൻ സമയവും വാക്സിൻ ഉണ്ടാക്കിയാലും അവരുടെ അന്താരാഷ്ട്ര കമ്മിറ്റ്മെന്റുകൾ കഴിഞ്ഞാൽ 2 വർഷത്തിൽ കൂടുതൽ എടുക്കും നമുക്ക് എല്ലാ മനുഷ്യരെയും വാക്സിനേറ്റ് ചെയ്യാൻ. അപ്പൊ എവിടെയാണ് കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ വാക്സിന്റെ കാര്യത്തിൽ എന്ത് പ്ലാനിംഗ് ആണ് കേന്ദ്ര സർക്കാർ നടത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കേണ്ടി വരും. ഈ പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ തന്നെ അവരുടെ പ്രൊഡക്ഷൻ റാമ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് പണം സർക്കാരിന്റെ അടുത്ത് ചോദിച്ചു. അത് ചോദിച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അനുവദിച്ചു. വളരെ നല്ല കാര്യം. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ സർക്കാർ ആലോചിക്കണം നമ്മൾ ഇത് എവിടെ നിന്നാണ് ഈ വാക്സിൻ കൊണ്ടുവരിക. അപ്പൊ പ്രൈവറ്റ് കമ്പനികൾക്കാണെങ്കിൽ അവർക്ക് പണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് വാക്സിൻ ഉണ്ടാക്കിക്കുക. ഇത് മാത്രമല്ല, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ 2 കമ്പനികൾക്ക് മാത്രമല്ല നമ്മുടെ നിയമം അനുസരിച്ച് വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുക. ഒരു കമ്പനിക്ക് പേറ്റന്റ് ഉണ്ടെങ്കിൽ കൂടി കമ്പൽസറി ലൈസൻസിങ് എന്നുള്ള ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ആ നിയമവ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള കമ്പനികളെ കൊണ്ട് വാക്സിൻ ഉണ്ടാക്കിപ്പിക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമായ വാക്സിൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ 2 വളരെ ഗുരുതരമായ പാളിച്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, നമ്മുടെ പാർലമെന്റ് പാസാക്കിയ പണം, കോവിഡ് വാക്സിന് വേണ്ടി മാത്രം പാസാക്കി വെച്ചിരിക്കുന്ന പണം എവിടെ എന്നുള്ള പ്രൈമറി ചോദ്യം. 2, ഈ വാക്സിൻ എവിടെ നിന്ന് വരുന്നു? ഈ ചോദ്യങ്ങൾക്കിടയിലാണ് മലയാളി നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നാലും ശരി, നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും ശരി, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ മഹാമാരിയെ നേരിടും എന്നുള്ള മലയാളിയുടെ ഒരു ദൃഢനിശ്ചയത്തിന്റെ, ഒരു സാഹോദര്യത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം, ഈ രാഷ്ട്രീയമാണ് നമ്മൾ ഒരുമിച്ച് നിർത്തുന്നത്. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് എന്ന് മലയാളി ഇതിന് മുമ്പ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു. അപ്പോഴും ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമ്മൾ മറക്കരുത്. മലയാളി ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ അകത്ത് കാണുന്നത്. തീർച്ചയായും അതുതന്നെയാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നതും. ശ്രീ കെ ജെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രളയകാലത്ത് അത് കണ്ടതാണ്. ആ പ്രളയകാലത്ത് ഒരു നാടിനെ എത്രമാത്രം സഹായകരമായ നിലയിൽ എല്ലാവരും ഒത്തുചേരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് പ്രത്യേകാഹ്വാനങ്ങളൊന്നുമില്ലാതെ 2 ദിവസം കൊണ്ട് 1 കോടി. ഇന്നാണ് മുഖ്യമന്ത്രി അതേക്കുറിച്ച് പ്രതികരിച്ച് അതിനൊരു സംവിധാനം രൂപപ്പെട്ടു വരികയും അതിന് മാത്രമായി ഒരു അക്കൗണ്ട് ഉണ്ടാകും. അതിലൂടെ വരുന്ന പണം ഈ വാക്സിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന വിധത്തിൽ വാക്സിൻ ചലഞ്ചിനെ ഔദ്യോഗികമായി കേരളം ഏറ്റെടുക്കുന്നത് 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും 1 കോടിയിൽ പരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആഹ്വാനങ്ങളില്ലാതെ വന്നു ചേരുകയും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നിനി ആരോഗ്യപ്രവർത്തകരായ ആളുകളിലേക്ക് പോകുമ്പോൾ ഡോക്ടർ അരവിന്ദൻ, ഇക്കാര്യത്തിൽ ഒരു ആരോഗ്യപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ കാണുന്ന ഒരു അഭിമാനവും ആവേശവും സാധ്യതകളും എന്താണ്? വാക്സിൻ എന്തുകൊണ്ട് സൗജന്യമായി നൽകണം? എന്തിന് സൗജന്യമായി നൽകണം? ചർച്ചയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില നേതാക്കളൊക്കെ ചോദിച്ചു, ഇപ്പോൾ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് നൽകാവുന്നതല്ലേ? സ്വകാര്യ ആശുപത്രികളിൽ പോയി എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് ശേഷിയുണ്ടെങ്കിൽ പണം കൊടുത്തവർ വാങ്ങട്ടെ. അമേരിക്കയിൽ ഇപ്പോൾ ശ്രീ കെ ജെ ജേക്കബ് അമേരിക്കയെ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞൊരു ചർച്ചയിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു നേതാവ് പറഞ്ഞത് അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിതിയാണോ രാജ്യത്തിന്? അപ്പോൾ അത്തരത്തിലേക്ക് സൗജന്യമായി വാക്സിൻ എന്തിനു നൽകണം എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു നേതാവ് പറഞ്ഞത് 70 വർഷമായി വാക്സിൻ സൗജന്യമായി നൽകിയ ചരിത്രമുള്ള നാടാണ് നമ്മുടേത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താങ്കളുടെ ഒരു ബോധവും അഭിമാനവും ഇതേക്കുറിച്ച് എങ്ങനെയാണ്? ഞാൻ കെ ജെ ജേക്കബ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതി, ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ മിസ്മാനേജ്മെൻറ്റാണ്. പൂർണ്ണമായിട്ടും ഇത് മാനേജ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള വളരെ വലിയ പാളിച്ചകൾ. അത് ആദ്യത്തെ തുടക്കത്തിലുള്ള ലോക്ക്ഡൗൺ തൊട്ട് തുടങ്ങി. ഞാൻ ആ ലോക്ക്ഡൗൺ തീരെ വേണ്ടായിരുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ലോക്ക്ഡൗൺ ഒരു 48 മണിക്കൂറോ ഒരു 4-5 ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും വേണ്ട സ്ഥലത്തൊക്കെ എത്തി. അത് നമ്മൾ കണ്ടു. നീണ്ട ലൈനുകൾ, ആൾക്കാർ നടന്നു പോവുകയാണ് നാട്ടിലേക്ക്. 1000 കിലോമീറ്റർ വരെ നടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളി വിട്ടത് തൊട്ട് നമ്മൾ കാണുകയാണ് നിരന്തരമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് ഒരുപാട് സമയം കിട്ടിയിരുന്നു.
അതിനിടയ്ക്ക് കോവിഡ് രോഗത്തിൻ്റെ ഇതിൽ കുറേ കുറവെല്ലാം വന്നു ഒരു ഘട്ടത്തിൽ. അപ്പോൾ ധാരാളം സമയം, ഒരു കൊല്ലത്തോളം സമയം കിട്ടിയിട്ടുണ്ട് വാക്സിനേഷന് വേണ്ടി പ്ലാൻ ചെയ്യാനും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ വേണ്ടി. വാക്സിൻസ് എല്ലാം വന്നതിന് ശേഷം നമ്മൾ കണ്ടത് ഓരോ രാജ്യവും, അത് യൂറോപ്യൻ രാജ്യങ്ങൾ, EU ഒന്നായിട്ട്, ബ്രിട്ടൻ, ഇസ്രായേൽ, സൗത്ത് കൊറിയ, എല്ലാവരും, എവറി സിംഗിൾ കൺട്രി, അവരെല്ലാം തന്നെ പരമാവധി വാക്സിൻ എവിടെ നിന്നൊക്കെ കിട്ടാമെന്നുള്ളത് ആലോചിച്ചുകൊണ്ട് അതിനുള്ള കരാറുകൾ ഉണ്ടാക്കി അത് ഉറപ്പിച്ചു. ഇത്ര അധികം വാക്സിൻ നമുക്ക് കിട്ടും. അതനുസരിച്ച് അവർ പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ പ്രകാരം എങ്ങനെ റോൾ ഔട്ട് ചെയ്യും എന്നുള്ളതിന് നല്ലൊരു റോഡ് മാപ്പ് ഉണ്ടാക്കി. എല്ലാവർക്കും വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് എല്ലാവരും പ്രഖ്യാപിച്ചു. കാരണം ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കലാണ്, അല്ലാതെ കുറേ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വാക്സിന്. അതിനും വേണം. പക്ഷേ അതിനേക്കാൾ പ്രധാനം രോഗത്തെ തുരത്താൻ വേണ്ടി ഹേർഡ് ഇമ്മ്യൂണിറ്റി 60, 70, 80% പേരെ വാക്സിനേറ്റ് ചെയ്യുക, മീൻസ് ഹോൾ പോപ്പുലേഷൻ. ഇതൊന്നും തന്നെ നമ്മൾ ചെയ്തില്ല. ഫുൾ പോപ്പുലേഷനെ ചെയ്യുമെന്നുള്ളത് പ്രഖ്യാപിച്ചില്ല. ഇതെങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു റോഡ് മാപ്പും നമ്മുടെ മുന്നിൽ വന്നില്ല. ഒരു രാജ്യങ്ങളും ആരുമായിട്ടും നെഗോഷിയേറ്റ് ചെയ്തില്ല. ഉണ്ടെങ്കിൽ തന്നെ സ്വകാര്യ കമ്പനികളൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ തുടർ നടപടികൾ പോലും, നോവോവാക്സ് കമ്പനിയിൽ നിന്ന് സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ അവർ ധാരണയായി. പക്ഷേ അതിനവർക്ക് ഏതോ റോ മെറ്റീരിയലും സംഗതികളും ഒക്കെ വേണം. ഇതിന് ആദിൽ പൂനാവാല പ്രസിഡൻ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് കത്തെഴുതുകയാണ്, ഇത് നിങ്ങളിതൊന്ന് മാറ്റിയെടുക്കണം. അത്ര പോലും നമ്മുടെ വിദേശകാര്യ മന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, അവരെ ഇടപെടേണ്ട ഇഷ്യൂസിൽ പോലും അവർ അനങ്ങുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു സംസാരിക്കുന്നതും നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വന്ന് സംസാരിക്കുന്നതും തമ്മിൽ താരതമ്യം ഒന്നും നിങ്ങൾ നോക്കൂ. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായി അക്കമിട്ട് നിരത്തുന്ന ഒരാൾ, മറുവശത്ത് എന്താണ് ചെയ്യുന്നത്? പ്രധാനമന്ത്രി പറയുന്നത് കുറേ പൊതുവിലുള്ള കാര്യങ്ങൾ എഴുതി വായിക്കുന്ന ഒരു ഇതിനകത്ത് നോക്കി വായിക്കുന്നതല്ലാതെ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി പോലും ധാരണയില്ല. അപ്പോൾ ആബ്സല്യൂട്ട് മിസ്മാനേജ്മെൻ്റ് ആണിത് എന്നുള്ളത് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം ഇതിനെ നേരിടാൻ. രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടണം എന്നുള്ളതാണ് ജേക്കബ് പറഞ്ഞ പോലെ. ഈ പറയുന്ന CMDRFൽ നമ്മളെല്ലാം കൊടുക്കുന്നതൊക്കെ ആ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇവരെ തുറന്ന് കാണിക്കുക വേണം. ഏറ്റവും മോശമായ രീതിയിൽ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്നുള്ള കാര്യം ഇത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഡോക്ടർ അഷീൽ, ഈ കോവിഡ് ഈ പറഞ്ഞ വാക്സിൻ ചലഞ്ച്, അതിലേക്ക് ആളുകൾ കൂടുതൽ വന്നു ചേരുന്ന ഒരു സാഹചര്യം, ഈ വാക്സിനേഷൻ്റെ മാസ് വാക്സിനേഷൻ എന്ന് പറയുന്നതിനെ പോലും വളരെ ആവേശത്തോടെ ഒരു സമൂഹവും ഒരു ജനതയും ഏറ്റെടുക്കുന്നതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണോ താങ്കളെപ്പോലെ ഒരാൾ കാണുന്നത്? അത്ര വലിയ സ്വീകാര്യത പൊതുവിൽ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണോ, അതിലുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാണോ പ്രകടമാകുന്നത്? അതിനോട് ഇപ്പം അതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് പറഞ്ഞ ജേക്കബ് സാർ പറഞ്ഞതിനോടും അരവിന്ദ് സാർ പറഞ്ഞതിനോടും പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാക്സിനേഷൻ എന്തിനാണ് ഫ്രീ ആയി കൊടുക്കുന്നത്? ചില ഡോക്ടർമാരുടെ ഗ്രൂപ്പിലടക്കം ചോദിക്കുന്നുണ്ട്, വാക്സിനേഷൻ എന്തിനാണ് ഫ്രീ ആയി കൊടുക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണ്ടേ, ഈ ഹെൽത്ത് ഇക്കണോമിക്സിനടിച്ച് ബേസിക് സാധനങ്ങൾ മനസ്സിലാക്കണം. വാക്സിനേഷൻ ഒരു പബ്ലിക് ഗുഡാണ്. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാക്സിനേഷൻ ചെയ്തത് കൊണ്ട് എനിക്ക് മാത്രമല്ല, ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഗുണമുള്ളത് സമൂഹത്തിനാണ്. നേരത്തെ അരവിന്ദ് സാർ സൂചിപ്പിക്കേണ്ടായി. എന്താണ് ഇതിൻ്റെ കാര്യം? ഒന്നാമത്തെ കാര്യം, ഞാൻ വാക്സിനേറ്റ് ചെയ്യുന്നതിലൂടെ രോഗവ്യാപനത്തിൻ്റെ പ്രക്രിയയിൽ ഞാനൊന്നൊരു കണ്ണി മുറിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ എനിക്ക് കുറേ ആളുകൾ വാക്സിനേറ്റ് ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് രോഗവ്യാപനത്തിൻ്റെ സാധ്യത വളരെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. അതൊന്ന്. അങ്ങനെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നു. ഹേർഡ് ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത് മാത്രമല്ല, ഞാൻ വാക്സിൻ എടുത്തു എനിക്ക് അതുകൊണ്ട് ഞാൻ രോഗാവസ്ഥ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോവാതിരിക്കുകയോ ചെയ്യുന്നു. അതിലൂടെ സ്റ്റേറ്റിനുണ്ടാവുന്ന ലാഭമുണ്ട്. അതായത് ചികിത്സയിലുണ്ടാവുന്ന അവർക്ക് ചികിത്സ കൊടുക്കാൻ ഉണ്ടാവുന്ന ചിലവ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് പൊതുവിലുള്ള കാര്യമാണ്. അപ്പോൾ സമൂഹത്തിൽ പൊതുവിൽ രോഗവ്യാപനവും കുറയുന്നു, ഗുരുതരമായ രോഗാവസ്ഥയുള്ള ആളുകൾ കുറയുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ടുള്ള ലാഭം സ്റ്റേറ്റിന് ഇക്കണോമിക്കലി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ, സ്റ്റേറ്റ് മീൻസ് രാജ്യത്തിന് ഒരു ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോർമൽസിയിലേക്ക് നേരത്തെ തിരിച്ചു വരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇസ്രായേലിൻ്റെ കാര്യം എടുക്കുക. ഇസ്രായേലിൻ്റെ
വാക്സിൻ അപ്പാർത്തൈഡായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്, അതിൽ വിയോജിപ്പുണ്ട്. പക്ഷെ മനസ്സിലാൽ അവിടെ ഇസ്രായേലിനകത്ത് മാസ്ക് മാറ്റാനുള്ളൊരു നിർദ്ദേശം കൊടുത്തിരിക്കുക. കാരണം 60% കൂടുതൽ ആളുകളോട് വാക്സിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഭൂട്ടാൻ ഇപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ഡിമാർക്കേഷനൊക്കെ പറയുന്നത് നമുക്ക് ഈ രാജ്യങ്ങളുടെ ഡിമാർക്കേഷനൊക്കെ നമുക്ക് പറയുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേരളം തീരുമാനിക്കുക അല്ലെങ്കിൽ ഇന്ത്യ തീരുമാനിക്കുകയാണ് നമ്മൾ ഇവിടെ 60% ആളുകൾക്ക് വാക്സിനേറ്റ് ചെയ്യണം. ആ വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടി പൊതു കാര്യമാണ്, എൻ്റെ കാര്യമല്ല ഞാൻ വാക്സിനേറ്റ്. ഇപ്പോൾ പൈസ കൊടുക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചൂസ് ചെയ്തുകൂടോ ഞാൻ വാക്സിനേറ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന്. അപ്പം എൻ്റെ ചോയ്സ്, ഞാൻ എടുക്കുന്ന ചോയ്സ് സമൂഹത്തിൻ്റെ പൊതുവിൽ ബാധിക്കുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനത് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ജേക്കബ് സാർ അടക്കം സൂചിപ്പിച്ചത് അമേരിക്ക പോലെയുള്ള രാജ്യത്ത് പോലും എന്തുകൊണ്ടാണ് ഇതിനെ ഫ്രീ ആക്കിയത്? എന്തുകൊണ്ടാണ് ചില രാജ്യങ്ങൾ, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ ആളുകൾക്ക് ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നത്, കൊടുക്കുന്നതിന് വാക്സിനേഷൻ കൊടുക്കുന്നതിന് ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നുണ്ട്. അതായത് വാക്സിനേഷൻ ഞാൻ എടുത്താൽ എനിക്ക് ഗുണമുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആ പൊതുവിലുള്ള നാടിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വാക്സിനേഷൻ ചലഞ്ചിന് പല മാനങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ മാനങ്ങളോടൊപ്പം തന്നെ നമ്മൾ തീരുമാനിക്കുന്നു ഒരുമിച്ച് നമ്മൾ നോർമൽസിയിലേക്ക് കുറച്ച് നേരത്തെ പോകാൻ തീരുമാനിക്കുകയാണ്, ഒരു സംസ്ഥാനം എന്ന രീതിയിലെങ്കിലും. അപ്പോൾ ഇവിടെ വാക്സിനേഷൻ ചലഞ്ചിന് വെറുതെ ഒരു പ്രഖ്യാപനം പോലും ഇല്ലാതെ മലയാളികളുടെ ഈ ഒരു വരവിനെ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ആവേശത്തോടെയാണ് കാണേണ്ടത്. നമ്മൾ പറയുന്നത് സാധാരണ ഒരുപക്ഷെ CMDRFിലേക്ക് മുമ്പ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. ഒന്ന് രാഷ്ട്രീയപരമായിട്ടും മറ്റേത് പ്രധാനമായിട്ടും പറഞ്ഞാൽ ഇതിനെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പൊതുവിലുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നോർമൽസിയിലേക്ക് തിരിച്ചു വരണം. നമുക്ക് തിരിച്ചു വരണ്ടേ നോർമൽസിയിലേക്ക്, പെട്ടെന്ന് തിരിച്ചു വരണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നേ, എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുകയായിരുന്നു, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ ശമ്പളമെങ്കിലും ഇനി വെക്കണം. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വെക്കുന്നു. അത് ഞാൻ തീർച്ചയായിട്ടും അത് പറഞ്ഞുകൊണ്ട് തന്നെ വെക്കുകയാണ്. കാരണം എല്ലാവരും പരമാവധി ആളുകൾ ഇതിലേക്ക് വരേണ്ടതുണ്ട്. കാരണം വാക്സിൻ ചലഞ്ച് എന്നുള്ളത് അതിന് നമുക്ക് എത്രയാണോ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണത് തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടും നേരത്തെ KJ ജേക്കബ് സാർ സൂചിപ്പിച്ച വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന് പറ്റുമായിരുന്നില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ പേറ്റന്റ് ആക്ട് വളരെ സ്ട്രോങ് എന്ന് സാർ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഇന്ത്യൻ പേറ്റന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആക്ടാണ്. ആ ആക്ടിൻ്റെ അകത്ത് സെക്ഷൻ 88, സെക്ഷൻ 82, സെക്ഷൻ 90, സെക്ഷൻ 92, സെക്ഷൻ 100 ഇതൊക്കെ എന്ന് വെച്ചാൽ എന്തൊരു സ്ട്രോങ് ഹോൾഡാ തരുന്നറിയോ? ഇതുപോലൊരു വാക്സിൻ നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു മരുന്നായാലും അതിന് വാക്സിൻ ആയിക്കഴിഞ്ഞാലും അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ത്യയിൽ കമ്പൽസറി ലൈസൻസിങ് ചെയ്യാൻ പറ്റും. എന്താണ് കമ്പൽസറി ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തേക്ക് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു, ആസ്ട്രാസെനിക്ക, ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക കമ്പനി പോയി അതിൻ്റെ ലൈസൻസ് മറ്റ് സ്ഥലങ്ങളിലേക്കും കൊടുത്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കാര്യമായിട്ട് കൂട്ടാൻ വേണ്ടി സാധിക്കും. ആ പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കുന്ന അത് എത്ര കോസ്റ്റ് കുറക്കാൻ പറ്റുന്നല്ലോ? നെക്സാവർ എന്നുള്ള മരുന്ന്, അതായത് റീനൽ കാർസിനോമക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന മരുന്ന്, അതിൻ്റെ കോസ്റ്റ് 97% കുറച്ചത് ഈ കമ്പൽസറി ലൈസൻസിങ്. കമ്പൽസറി ലൈസൻസ് നിർബന്ധമാക്കുമ്പോൾ ചില കമ്പനികൾ വോളണ്ടറി ലൈസൻസിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേറ്റന്റ് ആക്ട് മാത്രമല്ല, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ചാപ്റ്റർ 2, നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ 26B, ഇതൊക്കെ ചെയ്ത പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വാക്സിൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു പൊതുവിലൊരു പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ചാലഞ്ച് ഓരോ മലയാളികളും എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ ചിന്തകൾക്കും എല്ലാ വിഭാഗീയ ചിന്തകൾക്കും പുറത്തു നിന്നുകൊണ്ട് നമ്മൾ തിരിച്ച് നോർമൽസിയിലേക്ക് വരാനുള്ള ഒരു എഫേർട്ടാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. റൈറ്റ്. അത് അദ്ദേഹം പറയുമ്പോൾ തോന്നുന്നത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഈ ഒരു ചലഞ്ചിലേക്ക് പോകേണ്ടതാണ് എന്ന ഒരു അഭിപ്രായം കൂടിയാണ് ഡോക്ടർ അഷീൽ പറഞ്ഞൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ വേതനം ഇതിലേക്ക് നൽകുന്നു എന്നുകൂടിയാണ് പറഞ്ഞത്. ഡോക്ടർ അരവിന്ദനെ പോലെയൊക്കെയുള്ള ആളുകൾ ഈ ജനിതക മാറ്റം എന്ന വൈറസിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഫ്ലോറിലൊക്കെ തന്നെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയൊക്കെ നടക്കുമ്പോൾ വാക്സിൻ ഉൽപ്പാദനം കൂട്ടുന്നതിനെക്കുറിച്ചും ലൈസൻസിങ് സാർവത്രികമാക്കി ഔഷധ നിർമ്മാണ കമ്പനികളെ ഉപയോഗിച്ച് വാക്സിൻ നിർമ്മാണത്തെക്കുറിച്ചും പേറ്റന്റ് നിയമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ എത്രയോ കാലം മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊന്നും നമ്മുടെ രാജ്യത്ത് സമയബന്ധിതമായി വേണ്ട സമയത്ത് ചെയ്തില്ല എന്നുള്ളത് കൂടിയാണ് ഇന്നും നമ്മൾക്കിത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു. ഇപ്പോഴും ചുരുക്കം ചില 1-2 കമ്പനികളിൽ മാത്രമായി വാക്സിൻ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അതാണ് പരിതാപകരമായ ഒരു രാജ്യാവസ്ഥ ഇക്കാര്യത്തിൽ. ഡോക്ടർ അനീഷ്, ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ വാക്സിൻ എന്നത് യഥാർത്ഥത്തിൽ ഒരു നേരത്തെ അഷീലൊക്കെ പറഞ്ഞ പോലെ സമൂഹത്തിന് സർക്കാരുകൾ നൽകേണ്ട, അതിനെ പണത്തിൻ്റെ മൂല്യത്തിനപ്പുറമുള്ളൊരു വലിയ മൂല്യം കണ്ടുകൊണ്ട് തന്നെ സൗജന്യമായി എത്തേണ്ടതാണോ? നമ്മുടെ നാട്ടിൽ എത്രയോ മഹാമാരികളെ ആ നിലയിൽ തന്നെ നമ്മൾ തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട് വാക്സിനേഷനിലൂടെ. പോളിയോ അടക്കം നമ്മൾ ആ നിലയിൽ കടന്നു വന്നതാണ്, ഇല്ലായ്മ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ
അത്തരമൊരു തലത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ പക്ഷവും നിലപാടും അക്കാര്യത്തിൽ എന്താണ്? ഒന്ന്. രണ്ട്, പണം അടിസ്ഥാനമാക്കിയാണ് ഈ കമ്പനികൾ ഇനി വാക്സിൻ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാൻ പോകുന്നെങ്കിൽ 400 രൂപ തരുന്ന സംസ്ഥാനത്തേക്കാൾ താല്പര്യം 600 രൂപ നൽകുന്ന സ്വകാര്യ ആശുപത്രികളോടാവില്ലേ എന്ന് യുക്തിസഹമായി ആരും ആലോചിച്ചു പോകില്ലേ? അപ്പോൾ വിതരണത്തിലും വരാൻ പോകുന്ന ഒരു വലിയ അസന്തുലിതാവസ്ഥ ഈ തീരുമാനങ്ങളിലൂടെ സംഭവിക്കാമോ? തീർച്ചയായിട്ടും അത് മുഹമ്മദ് അഷീൽ വളരെ ഭംഗിയായിട്ട് അത് സൂചിപ്പിച്ചു. അതായത് ഈ വാക്സിൻ എടുക്കുന്നതിലൂടെ എന്താണ് ഗുണം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ വാക്സിന് ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ തുച്ഛവും അത് ദൂരവ്യാപകമായിട്ട് നമുക്ക് മെച്ചം തരുന്നതുമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം ഒരാൾക്ക് വാക്സിൻ എടുക്കുന്നതിലൂടെ അയാൾക്ക് രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് കഴിഞ്ഞാൽ അതിലൂടെ സമൂഹത്തിൻ്റെ ഒരു ശാഖ തന്നെ രോഗപ്രതിരോധ ശക്തി കൈവരിക്കുന്നു എന്നുള്ളൊരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായി അതിൽ സമൂഹം എത്രമാത്രം വിഭവങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം നോക്കുമ്പോൾ വാക്സിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിക്കുന്ന 500 രൂപയോ 400 രൂപയോ 300 രൂപയോ അത് എത്രയോ ആയിക്കോട്ടെ, അത് ശരിക്കും ഒരു ചെലവല്ല, അതൊരു വരവാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ യുക്തി നമുക്ക് വേണം. കാരണം നമ്മളൊരു 300 രൂപ ചെലവഴിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് പണത്തിൻ്റെ കാര്യം നോക്കിയാൽ പോലും അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. കാരണം രോഗം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് ഒരാളുടെ മാത്രം രോഗമല്ല, അയാളിലൂടെ ഒട്ടനവധി ആളുകളുടെ രോഗം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വേണം വാക്സിൻ ചർച്ചയിൽ എല്ലാവർക്കും സാർവത്രിക വാക്സിൻ കൊടുക്കണമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാൻ. കാരണം കയ്യിൽ പണമുണ്ട് അതുകൊണ്ട് പോയി വാക്സിൻ വാങ്ങാം എന്നുള്ള ഒരു സ്വകാര്യ നിലപാടല്ല അവിടെ വേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള രോഗത്തിനെ തടഞ്ഞു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സങ്കേതം എല്ലാവർക്കുമായി രൂപപ്പെടുത്തുകയും എല്ലാവരും ഒരുമിച്ച് അതിനെ നേരിടുകയും ആ രീതിയിൽ നീങ്ങുകയും ചെയ്യുക എന്നുള്ളൊരു നയം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണത്. അതോടൊപ്പം ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു എപ്പിഡമിയോളജി, ഇതിൻ്റെ രോഗം അത് എല്ലാവരും ഒന്ന് സൂചിപ്പിച്ചു പോയി, എങ്കിലും ഞാനത് കുറച്ചുകൂടെ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം. കാരണം നമ്മൾ ഈ മരണങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പ്രായം ഒരു ഘടകമായി മാറുന്നത്. പ്രായം കൂടും തോറും കോവിഡിൽ മരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷേ പ്രായം കുറവുള്ള 45 വയസ്സിന് താഴെയുള്ള ആളുകളാണ് സമൂഹത്തിൽ വളരെയധികം കാര്യമായി ഇടപഴകുന്നതും അതോടൊപ്പം രോഗപകർച്ചയ്ക്ക് കാരണമാവുന്നതും. അപ്പോൾ അവർ ഞങ്ങളുടെ ഒരു പ്രയോറിറ്റി അല്ല, ഞങ്ങളുടെ പ്രയോറിറ്റി 45 വയസ്സിന് മുകളിലാണെന്ന് പറയുമ്പോൾ 45 വയസ്സിന് താഴെയുള്ള ആളുകൾ വാക്സിനുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗങ്ങളിലൂടെയോ സംരക്ഷിതരായില്ല എന്നുണ്ടെങ്കിൽ അവർ പലതവണ സമൂഹത്തിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ രോഗവ്യാപനത്തിന് അത് കാരണമാവുകയും ചെയ്യും. ഈ രോഗം എത്ര തവണ നമ്മുടെ സമൂഹത്തിൽ വന്നു പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രായാധിക്യമുള്ള ആളുകളെ സംരക്ഷിക്കണമെങ്കിൽ പോലും പ്രായം കുറവുള്ള ആൾക്കാർ വാക്സിനേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രീയ വശം ഈ തീരുമാനത്തിൻ്റെ പിന്നിലില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ പ്രായം എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഘടകമായി മാറുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെ ബഹുഭൂരിപക്ഷം ആളുകൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്ത് പ്രായം വെച്ചിട്ട് എങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു ചോദ്യം വേറൊരു വശത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാക്സിൻ എന്ന് പറയുന്നതിലുള്ള വിശ്വാസ്യത അത് പൊതുവെ ഇന്ത്യയിൽ കുറച്ച് കുറവാണ്. അത് സത്യത്തിൽ നേടുന്നതിലൂടെ നമുക്ക് വളരെ വലിയൊരു പൊതുജനാരോഗ്യ നേട്ടം ഉണ്ടാക്കാനുണ്ട്. കാരണം കുട്ടികളുടെ വാക്സിനേഷൻ്റെ ഒരു എടുത്ത് നോക്കുമ്പം തന്നെ ശതമാനക്കണക്കിൽ വളരെ പിന്നിലാണ് നമ്മൾ. ഈ ആദ്യമായിട്ടാണ് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു നല്ല ശതമാനം ആളുകൾ വാക്സിനിലൂടെ അല്ലെങ്കിൽ വാക്സിൻ എന്ന് പറയുന്ന ശാസ്ത്രീയ മാർഗത്തിലൂടെ രോഗത്തെ തടയാം എന്നുള്ള ഒരു രീതിയിലേക്ക് ആളുകൾ മാറുമ്പോൾ അതിന് കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതും അതിനെ ഒരളവിൽ പുറകോട്ടടിപ്പിക്കുന്നതാണോ? അതെ തീർച്ചയായിട്ടും പണപരമായ ചില നിബന്ധനകൾ വരുന്നത് തീർച്ചയായിട്ടും. അതോടൊപ്പം താങ്കൾ ചോദിച്ച ഒരു ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിനകത്ത് പല ആളുകൾ ഇപ്പം നമ്മൾ പറഞ്ഞ 4 പേരും തൊടാതെ പോയ ഒരു ക്ലോസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരു ഭാഗത്ത് പറയുന്നത് വാക്സിൻ ഇമ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ സർക്കാരിന് വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതില്ല എന്നൊരു ക്ലോസ് ഉണ്ട്. അതായത് ഈ വില കുറഞ്ഞ് വാക്സിൻ ഇമ്പോർട്ട് ചെയ്യാവുന്നൊരു സാഹചര്യം സംജാതമായാൽ സ്വകാര്യ കമ്പനികൾക്ക് വില കുറച്ച് വെളിയിൽ നിന്നും വാക്സിൻ വാങ്ങുകയും സർക്കാരിന് വാക്സിൻ കൊടുക്കണം എന്നുള്ള നിബന്ധനയിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ട് പോവുകയും ചെയ്യാം. എന്ന് മാത്രമല്ല, ഈ വില കൂടുന്ന അല്ലെങ്കിൽ വെളിയിലുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട വാക്സിൻസ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഈ പറഞ്ഞ ഈ ലൈസൻസിങ്, കമ്പൽസറി ലൈസൻസിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് തുടക്കത്തിലൊരു തുരങ്കം കൂടെ വെച്ചിരിക്കുകയാണത്. അതായത് ഞങ്ങളിത് വാങ്ങാനായിട്ട് ഇത് വെളിയിലുണ്ടാക്കുന്ന വാക്സിൻ ഇമ്പോർട്ട് ചെയ്യാനാണ് പോകുന്നത്, ആ ഇമ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും അനുമതിയുണ്ട്. നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വയൽ പോലും തരികയും വേണ്ട, നിങ്ങളതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ
ഞങ്ങൾ വെളിയിലുണ്ടാക്കുന്ന വാക്സിൻ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളൊരു ധ്വനി പോലും അതിനകത്തില്ല എന്ന് മാത്രമല്ല, ആ നീക്കങ്ങളെ തടയുന്ന ഒരു ഭാഗം കൂടി അതിനകത്തുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയവും കൂടെ നമ്മൾ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും വലിയ ആശങ്കാജനകമായ പല സാഹചര്യങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ ജെ ജേക്കബ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ കേരളം വാക്സിൻ ചലഞ്ചൊക്കെ നടത്തി കേരളത്തിൻ്റെ ഒരു ബോധ്യം രാജ്യത്തെ കാട്ടിക്കൊടുക്കുന്നു ഒരു ഭാഗത്ത്. ഇപ്പോൾ ഓക്സിജൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത ഉറപ്പാക്കി തന്നെ മുന്നോട്ട് പോകുന്നു ഉൽപ്പാദനത്തിൽ, ഓക്സിജൻ ഉൽപ്പാദനത്തിൽ. ഏറ്റവും ഒടുവിൽ പോലും ഈ തെരഞ്ഞെടുപ്പിനൊക്കെ തൊട്ടു മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ ഒരു 100 ദിന പരിപാടി ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ചില പദ്ധതികളുടെ പൂർത്തീകരണം. അതിൽ KMML ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു ഒക്ടോബറിൽ 58 കോടി രൂപ ചെലവിൽ. ആ നിലയിലൊക്കെ തന്നെ ഓക്സിജൻ ഉൽപ്പാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയോടെ പോകുന്നു. ദേശീയ മാധ്യമങ്ങൾ ആ നിലയിൽ രാജ്യത്ത് വേറിട്ട് നിൽക്കുന്ന, വാക്സിൻ ചലഞ്ച് പോലെ തന്നെ നമ്മൾ വേറിട്ട് നിൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ അങ്ങനെ ഒരു സംസ്ഥാനം മാത്രം ഈ നിലയിൽ നിൽക്കുന്നതിലും നമുക്ക് വലിയ ആഹ്ലാദത്തിന് വകയില്ല. കാരണം നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ എത്രമാത്രം അപകടകരമായ നിലയിലാണ് കടന്നു പോകുന്നത് എന്നതുകൂടിയുണ്ട്. പ്രതിദിന കണക്കിൽ നമ്മളെക്കാൾ അല്പം പിന്നിലായ സംസ്ഥാനങ്ങൾ പോലും ശ്രീ കെ ജെ ജേക്കബ് പരിതാപകരമായ നിലയിൽ നരകിക്കുന്ന അവസ്ഥയിലാണല്ലോ. ഈ വ്യത്യാസം, അതിന് പിന്നിലെ പ്രശ്നങ്ങളെ താങ്കൾ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഒരു താരതമ്യത്തിലൂടെ? ഇതാണ് സത്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ കോവിഡ് തുടങ്ങിക്കഴിഞ്ഞപ്പം ഡോക്ടർ അരവിന്ദ് പറഞ്ഞതുപോലെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് നമുക്ക് ആർക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ഇത് ഈ കുഞ്ഞൻ സാധനം, ഈ വൈറസ് എന്തൊക്കെ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും. അന്നത്തെ കാലത്ത് നമ്മൾ പല മണ്ടത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ മാസ്ക് എങ്ങനെ ഇടണം എന്നുള്ളത് പോലും നമ്മൾ വളരെ ദിവസങ്ങൾ കൊണ്ടാണ് പഠിച്ചിട്ടുള്ളത്. കൈ എങ്ങനെ കഴുകണം, ഇപ്പൊ നമുക്കതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യം ഇതിനെ നേരിട്ട് നമ്മൾ കണക്കാക്കണം. ഈ നമ്മുടെ പ്രധാനമന്ത്രിക്കൊക്കെ ഇന്നലെ നോക്കൂ, ഇന്നലെ സുപ്രീം കോടതിക്ക് ഇവരോട് പറഞ്ഞു, സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇതിന് നാഷണൽ പ്ലാൻ, എന്താണ് മരുന്ന് കൊടുക്കാനുള്ള, ഓക്സിജൻ കൊടുക്കാനുള്ള, വാക്സിൻ കൊടുക്കാനുള്ള നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്ന് പ്രധാനമന്ത്രിയോട് ചോദിച്ചു. ഇന്നത് കൊടുത്തതായിട്ട് നമുക്കറിയത്തില്ല, എന്തെങ്കിലും കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷം നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി വന്നിരുന്ന് പറയുന്നുണ്ട്, അതായത് നമ്മൾ ഇത്ര ലക്ഷം ബെഡുകൾ തയ്യാറാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് കൈവിട്ട് പോവുകയാണെങ്കിൽ എവിടെ വരെ പോകും എന്നൊരു കണക്കാക്കൽ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവണം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, അത് നമുക്ക് എവിടം വരെ ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനെ ഒരു കണക്ക് കൂട്ടലുകളും ബേസിക് ആയിട്ട് മനുഷ്യനെ കുറിച്ചുള്ള ഒരു താല്പര്യവും ഉണ്ടാകണം. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ ഭരണകൂടത്തിനും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇന്ന് സത്യത്തിൽ ആലോചിക്കണം, സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോ ഇതിനെ കുറച്ചുകൂടി നമുക്ക് ഭംഗിയായിട്ട് നേരിടാൻ പറ്റുമായിരുന്നു. കാരണം ഇപ്പൊ ഇന്ന് 28,000 പേരാണുള്ളത്. ഈ മനുഷ്യന്റെ മുഴുവൻ കോൺടാക്ട്സ് ട്രേസ് ചെയ്തിട്ട് അതുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഇത് മാനേജ് ചെയ്യുന്നത്. കുറച്ചുകൂടി കൊള്ളാവുന്ന ഒരു അഗ്രിഗേറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പണി 1000 മടങ്ങ് എളുപ്പമായിരുന്നേനെ, ഇതിൽ കൂടുതൽ കാര്യക്ഷമമായിരുന്നേനെ. അത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അത് നമ്മൾ അതിനെ ഒഴിവാക്കി കളഞ്ഞു. അതിന്റെ ഫലം നമ്മളിപ്പോൾ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. കേന്ദ്ര സർക്കാരിനെ നോക്കൂ, ലോകത്തിലെ ഫാർമ ഹബ് എന്നാണ് നമ്മൾ സ്വയം അവകാശപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആവശ്യത്തിന് വാക്സിൻ ഇല്ല, മരുന്നില്ല. റെംഡെസിവിർ എന്ന് പറഞ്ഞ മരുന്നിന് നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് അവൈലബിൾ അല്ല. ഹോസ്പിറ്റൽ ബെഡുകളില്ല, ബെഡിൽ വെന്റിലേറ്ററുകളില്ല, ICU യൂണിറ്റുകളില്ല, ഓക്സിജൻ ഇല്ല. എന്ത് പ്ലാനിംഗ് ആണ് ഇവർ നടത്തിയത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചേ പറ്റൂ. കേരളത്തിലെ മുഖ്യമന്ത്രി വന്നിരുന്നുകൊണ്ട് നമ്മൾ ആ ഹോസ്പിറ്റൽ സംസാരിച്ചു, സ്കൂളുകളോട് സംസാരിച്ചു, എഞ്ചിനീയറിംഗ് കോളേജുകൾ സംസാരിച്ചു, അവരുടെ ഹോസ്റ്റലോട് സംസാരിച്ചു. ഒരു വേർസ്റ്റ് കേസ് സെനാറിയോയിലും നമുക്ക് എങ്ങനെയൊക്കെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാള് നാട്ടുകാരെ പേടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നോക്കൂ എന്താ അവസ്ഥയായി നോക്കൂ. മനുഷ്യർ ഇന്നലത്തെ ചിത്രങ്ങൾ നോക്കൂ. മനുഷ്യർ ഓക്സിജൻ കിട്ടാതെ ഇന്നിപ്പോ 25 പേരാണ് ഡൽഹിയിൽ മരിച്ചിരിക്കുന്നതായിട്ട് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട്. ഇന്നലെ ഹരിയാനയിൽ ഓക്സിജൻ എടുക്കാൻ വേണ്ടി പോയ ഡൽഹിയിലെ ഹോസ്പിറ്റലിലേക്ക് ഓക്സിജൻ എടുക്കാൻ വേണ്ടി പോയ ട്രക്കിനെ ഹരിയാനയിലെ പോലീസുകാരൻ തടയുകയാണ്. ഈ കേന്ദ്രത്തിന് ഒരു സർക്കാരുണ്ടോ എന്നുള്ള സത്യത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ട സമയമാണ്. അതാണ് അതിനകത്ത് ശരിയായിട്ടുള്ള പൊളിറ്റിക്സ്. എന്ത് പ്ലാനിംഗ് ആണ് ഇവർക്ക് ഉണ്ടായിരുന്നത്, കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നത്? ഈ നമ്പർ കൈവിട്ടു പോയാൽ നമ്മൾ എങ്ങനെ ഇവർക്ക് മരുന്ന് കൊടുക്കും, എങ്ങനെ ഓക്സിജൻ കൊടുക്കും, എങ്ങനെ ICU കൊടുക്കും? ഈ സംസ്ഥാന സർക്കാരുകളെ എങ്ങനെ നമ്മൾ എംപവർ ചെയ്യും? ഒരാലോചനയില്ല. ആകെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ഗംഭീരമായിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇന്നിപ്പോ ഞാൻ ഇക്കണോമിസ്റ്റിന്റെ ഒരു വായിച്ചു. ഫെബ്രുവരിയിൽ BJPയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ കോവിഡിനെ തോൽപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ നോക്കൂ, BJPക്കാർ പറയുന്നത് ആരോഗ്യം എന്നുള്ള സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ എന്തിനാണ് അത് കേന്ദ്രത്തെ പറയുന്നത്? പിന്നെ എന്തിനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ കോവിഡിനെ തോൽപ്പിച്ചെന്ന് 2 മാസം മുമ്പ് പറഞ്ഞത്?
അബ്സല്യൂട്ട്ലി നോ പ്ലാനിങ്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു കേന്ദ്ര സർക്കാർ, മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു കൺസേണും ഇല്ലാത്ത ഒരു കേന്ദ്ര സർക്കാർ. അതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കണക്കാക്കേണ്ടത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്, ഞാൻ ഇന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നില്ല, പകരം ഞാൻ ഇന്ന് കോവിഡ് റിവ്യൂ മീറ്റിംഗ് ചെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തോ വലിയ ഔദാര്യം പോലെ. വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടി കഴിഞ്ഞ ഈ മാസത്തെ 18 ദിവസങ്ങളിൽ 12 ദിവസം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു എന്നാണ് ഇന്ന് ഒരു അന്താരാഷ്ട്ര മാധ്യമം എഴുതുന്നത്. എവിടെയാണ് ഇവരുടെ ശ്രദ്ധ? ആരോടാണ് ഇവരുടെ കമ്മിറ്റ്മെന്റ്? അതാണ് നമ്മൾ സത്യത്തിൽ ചോദിക്കേണ്ടത്. എന്ത് പ്ലാനിംഗ് ആണ് നമ്മുടെ നാട്ടിൽ? മനുഷ്യൻ പ്രാണൻ കിട്ടാതെ മരിക്കുമ്പോൾ, ഓക്സിജൻ കിട്ടാതെ മരിക്കുമ്പോൾ, മരുന്ന് കിട്ടാതെ മരിക്കുമ്പോൾ എന്താണ് ഇവരുടെ പ്ലാൻ? 150 രൂപയ്ക്ക് ഞങ്ങൾ ലാഭത്തിലാണ് വിൽക്കുന്നത് എന്ന് പറയുന്ന വാക്സിൻ 400 രൂപയ്ക്ക് നാട്ടുകാരെ കൊണ്ട് മേടിപ്പിക്കാനുള്ള ഒറ്റ ശ്രദ്ധയല്ലാതെ കേന്ദ്ര സർക്കാരിന് എവിടെയാണ് ഈ കാര്യത്തിൽ അവർ പ്ലാൻ ചെയ്തത്? പ്രധാനമന്ത്രി രാജ്യത്തോട് അഭിസംബോധന ചെയ്തിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ 400 രൂപയ്ക്ക് ഈ വാക്സിൻ മേടിക്കണം അതല്ലേ പറയുന്നത്? അതല്ലാതെ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ലല്ലോ നമ്മളോട് പറയുന്നത്. ഈ ക്രിമിനൽ ആയിട്ടുള്ള നെഗ്ലിജൻസ്, ഈ ക്രൂരമായിട്ടുള്ള നെഗ്ലിജൻസ്, ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ മനുഷ്യരുടെ ജീവനോട് ഇത്രയധികം അവഗണന കാണിക്കുന്നത് ലോകത്തിൽ എവിടെയെങ്കിലും ആൾക്കാർ സമ്മതിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് പ്രത്യേകിച്ച് ലജ്ജയൊന്നും ഇല്ലാതെ അദ്ദേഹം വീണ്ടും നമ്മളോട് വന്ന് പറയും നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ മനുഷ്യർ ചോദിക്കാത്തിടത്തോളം കാലം ഇതൊരു ഹ്യൂജ് ഇഷ്യൂ. കേരളം മാത്രമായിട്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നുള്ള ഒരു തോന്നലും വേണ്ട. ഇതൊരു പാൻഡമിക് ആണ്. കേരളം മാത്രമായിട്ട് ഒരു തുരുത്തായിട്ട് നിൽക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഇതിനൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായേ പറ്റൂ. പ്രധാനമന്ത്രി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ. കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് എഴുന്നേറ്റ് കമ്പൾസറി ലൈസൻസിംഗ് പോലെ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കണം, വാക്സിൻ ഉൽപ്പാദിപ്പിക്കണം, ഓക്സിജൻ ഉണ്ടാക്കണം, യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ള പൊളിറ്റിക്കൽ പ്രഷർ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ ഉണ്ടാകേണ്ടത്. തീർച്ചയായും അതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുമ്പോൾ തന്നെ സാധാരണ നടക്കുന്ന ഇത്തരം ചർച്ചകളുടെ ഒരു പതിവ് രീതി വെച്ച് രാഷ്ട്രീയ നേതാക്കളുടെ വാദപ്രതിവാദങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതുമല്ല. കാരണം ആ വാദപ്രതിവാദങ്ങൾക്കപ്പുറം യഥാർത്ഥ പ്രശ്നങ്ങൾ അപ്പോഴും മറയത്ത് തന്നെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരും മറ്റുള്ളവരും തന്നെ വരട്ടെ, രാഷ്ട്രീയ പാർട്ടികളുടെ, മുന്നണികളുടെ, സർക്കാരുകളുടെ എല്ലാം നിലപാട് നമ്മുടെ മുമ്പിലുണ്ട്. അത് വിലയിരുത്തേണ്ടത് പൊതുസമൂഹമാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഈ ചർച്ചയും ഈ നിലയിൽ തന്നെ അതിനെ സ്വീകരിച്ചതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഡോക്ടർ അരവിന്ദൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചതൊക്കെ മനസ്സിലായി. അങ്ങേയറ്റം തകർന്നടിഞ്ഞ് താറുമാറായൊരു ആരോഗ്യ സംവിധാനവും ഭരണ സംവിധാനവും രാജ്യത്താകെ നിൽക്കുന്നു ഈ കോവിഡ് കാലത്ത്, ഇതിൻ്റെ 2ാം തരംഗത്തിൽ. അതാണ് വസ്തുത. അപ്പോൾ ഇനി അത് നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാനാകും, എങ്ങനെ തിരിച്ചു പിടിക്കാനാകും, എങ്ങനെ പരമാവധി ആശ്വാസം സാധ്യമാക്കാനാകും, അതും കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. ഇതിന് അഷീൽ ഇവിടെ പബ്ലിക് ഗുഡിനെ പറ്റി പരാമർശിച്ചു, വളരെ കറക്റ്റാണ്. അത് പബ്ലിക് ഗുഡാണ് വാക്സിൻ. അതോടൊപ്പം തന്നെ ഈ വാക്സിനേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞത് ഒരു പബ്ലിക് പ്രോഗ്രാം ആയിരിക്കണം. ആ ഒറ്റ ഗവൺമെൻറ്റുണ്ട്, അതിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം ഒന്നിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു പബ്ലിക് പ്രോഗ്രാമിലൂടെയാണ് ഇത് നേരിടുന്നത്. ഇപ്പോൾ നമ്മൾ പോളിയോ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, പോളിയോ എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്? ദേശവ്യാപകമായി ഒരു കൃത്യമായ പരിപാടിയുണ്ട്. ആ പരിപാടി അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ആ പരിപാടി അനുസരിച്ച് ഓരോ ലെവലിലും ആൾക്കാർ പ്രവർത്തിക്കുന്നു, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതുവഴി ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ആ ലക്ഷ്യം നേടുന്നു. ഇതിന് പകരം ഈ പോളിയോ പരിപാടി എന്ന് പറയുന്നത് വെറും മാർക്കറ്റിന് വിട്ടിരുന്നെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക? മാർക്കറ്റിന് വിട്ടിട്ട് വേണ്ടവരെല്ലാം പോളിയോ എടുത്തോട്ടെ, നമ്മൾ കുറച്ച് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രം, ആ കുട്ടിക്ക് മാത്രം നമ്മൾ തുള്ളിമരുന്ന് കൊടുക്കും, ബാക്കിയുള്ളതെല്ലാം നമ്മൾ മാർക്കറ്റിന് വിടുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൾസ് പോളിയോ പ്രോഗ്രാമിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും നടക്കില്ല, ആരും എടുക്കില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ സമാനമായ ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പബ്ലിക്കായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ശരിക്കും ഒരു പ്ലാൻ ഉണ്ടാക്കുകയും പണം അതിനു വേണ്ടി ചെലവാക്കുകയും അത് ചാനലൈസ് ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇന്നതാണ് ചെയ്യേണ്ടത് ഒന്നിച്ചാണ്. ഇതിൽ സംസ്ഥാനം ചെയ്യുക കേന്ദ്രം ചെയ്യുക എന്ന് പറയുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇറ്റ് ഷുഡ് ബി വൺ സിംഗിൾ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ എന്നിട്ട് അതിന് പ്ലാൻ ചെയ്യണം. എന്നിട്ട് ആരൊക്കെ എപ്പോൾ കൊടുക്കും,
മെയ് 1-ാം തീയതി 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൊടുക്കുന്നത് പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളിത് കൊടുക്കാൻ പോകുന്നത്? ഓരോ സ്ഥലത്തും 18 വയസ്സിന് ആ മുകളിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ വന്ന് തോന്നുന്ന മാതിരി എവിടെയെങ്കിലും വന്ന് എടുക്കുക ആണോ ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ എന്ത് പ്ലാനാണ് നിങ്ങൾക്ക് ഉള്ളത്? കേരളത്തിലിപ്പോൾ കുറച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അതിനാണ് സമ്മർദ്ദം വേണ്ടത്. വൺ സിംഗിൾ വാക്സിനേഷൻ പ്രോഗ്രാം. അതിന് പല ശാഖകൾ ഉപശാഖകളൊക്കെ ഉണ്ടാകും. പക്ഷെ വൺ സിംഗിൾ പ്രോഗ്രാമിൽ അതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് ഓരോ വയസ്സിന് ഉള്ള ആൾക്കാരെയും കവർ ചെയ്യാൻ പോകുന്നത്? അതിൽ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് സെക്ടറിൽ വാക്സിൻ അവൈലബിൾ ആക്കിക്കോട്ടെ. ഈ മറ്റ് പൊതു സംവിധാനത്തിലാണെങ്കിൽ ആ റോൾ ഔട്ട് അനുസരിച്ച് നിങ്ങൾക്ക് കാത്തുനിൽക്കേണ്ടി വരും. ചിലപ്പോൾ ആ ഏജ് അനുസരിച്ചും ഒക്കെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കി കുറച്ച് പേര് വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഒരു പ്രഷർ കുറയും. കുറേ പേര് അല്ലാതെ പോയി വാക്സിനേറ്റ് ചെയ്തോട്ടെ. എങ്കിൽ പോലും കൃത്യമായ ഇത്തരത്തിലൊരു പ്ലാൻ ഉണ്ടാക്കി അതിനു വേണ്ടി ചിലർ കാത്തു നിൽക്കേണ്ടി വരും. എങ്കിലും ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ഞങ്ങളിത് മുഴുവനാക്കി ചെയ്യുമെന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വാക്സിൻ ഡോസ് വേണം? ഈ ഡോസ് ഉൽപ്പാദിപ്പിക്കാൻ എത്ര നമുക്കിവിടെ കഴിയും? എത്ര നമുക്ക് വേറെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ വേണ്ടി കഴിയും? ആ ഉൽപ്പാദനം തന്നെ എപ്പോഴൊക്കെ നമുക്ക് ഈ കമ്പൽസറി ലൈസൻസിങ് ഒന്നും അങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങ് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിൽ ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങളും പ്രഷേഴ്സും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത്. എങ്കിൽ പോലും നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലൈസൻസിങ് ചെയ്യാൻ പറ്റും? പല കമ്പനികളും ചിലപ്പോൾ ഇന്ത്യ പോലെയുള്ള വലിയൊരു മാർക്കറ്റിന് വേണ്ടി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസ് തരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് നല്ലൊരു ഫാർമ സെക്ടറുണ്ട്, അവർക്ക് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലേ സത്യത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പാക്കേണ്ടത്? അത് ഇതുവരെ ഉണ്ടായിട്ടില്ലാതെ പോട്ടെ, ഇനിയെങ്കിലും ഇതാണ് വേണ്ടതെന്ന് ഇന്ത്യ മുഴുവൻ ദേശീയ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തുക. എല്ലാ സ്റ്റേറ്റുകളും എല്ലാ മനുഷ്യരും ആ ഒരു ഘട്ടം വരണം. അല്ലാതെ ഇവരെന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെണ്ട കൊട്ടിക്കോ നിങ്ങൾ എന്താ കൊറോണ പോകുമെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള കുറേ പ്രസംഗങ്ങൾ വന്ന് പറയുന്ന അത് അവസാനിപ്പിച്ചിട്ട് ഒരു പ്ലാൻ വേണം. വി നീഡ് എ പ്ലാൻ. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങളെ അറിയിക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് മാത്രമേ ഞാൻ ഒരു പരിഹാരമായിട്ട് കാണുന്നുള്ളൂ. ശരി. ഡോക്ടർ അഷീൽ, തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് വന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ വ്യക്തതയോടെ പല നടപടികൾ സ്വീകരിച്ച് ഓരോ ദിവസവും നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. കേസുകൾ അന്നുണ്ടായിരുന്നതിനേക്കാൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇത് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ആശുപത്രികൾ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ സജ്ജമാക്കാൻ കാര്യക്ഷമമായി കഴിയുന്നുണ്ടോ? അത് ചോദിക്കാൻ കാര്യം രാജ്യത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, വെന്റിലേറ്ററുകൾ ക്ഷാമം, അതിൻ്റെ പരാജയത്തെക്കുറിച്ച് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളുണ്ട്. ഓക്സിജൻ ഉൽപ്പാദനത്തിൽ കേരളം സ്വയം പര്യാപ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതേക്കുറിച്ച് ചോദിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ആശുപത്രികൾ ആ നിലയിൽ സജ്ജമായി മുന്നോട്ട് പോകുന്നുണ്ടോ? പുതിയ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് വെന്റിലേറ്ററിൻ്റെയും മറ്റും സാധ്യതകൾ, അതിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ ഈ കോവിഡ് ബ്രിഗേഡ് അത് ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ടോ? വേണ്ട നിലയിൽ അതിലേക്ക് പരമാവധി ആളുകളെ കിട്ടുന്നുണ്ടോ? അതുപോലെ പുതിയ ICUകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട പരിശീലനം ഫലപ്രദമായി നൽകാൻ കഴിയുന്ന നിലയിലൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാനാവുന്നുണ്ടോ? അതിന് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ള ജേക്കബ് സാർ പറഞ്ഞൊരു സ്ഥാനത്തിൻ്റെ മുകളിൽ കേരളത്തിന് തുരുത്തായി നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷനിലുള്ളവരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പാനിക് കോൾസ്, അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വിളിച്ചിട്ട് അവർക്ക് ബെഡ് കിട്ടാനും അവർക്ക് ഇതിനു വേണ്ടിയിട്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം കുറച്ച് നേരത്തെ മുമ്പ് സംഭവിച്ചൊരു കാര്യം പറയാം. എനിക്കൊന്നത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം സാറ് പറഞ്ഞപ്പോൾ KJ ജേക്കബ് സാർ പറഞ്ഞ സമയത്ത് തോന്നിയതാണ്. ഒരു ഡൽഹിയിൽ വെച്ചിട്ട്, ഡൽഹിയിൽ നിന്ന് ഒരു മലയാളി, അവർക്ക് ഒരു ബെഡ് കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പലപ്പോഴും കുറേ പേര് വിളിക്കാറുണ്ട്. അപ്പോൾ വിളിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ട്രോമ സെൻറ്ററിൻ്റെ ഹെഡ് ഉണ്ട്. അദ്ദേഹം എല്ലാ സാധനം നമുക്ക് എന്ത് പറഞ്ഞാലും, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്ത് സാധനം പറഞ്ഞാലും എളുപ്പത്തിൽ ഏത് കാര്യത്തിൽ ഏത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന എയിംസിൻ്റെ ട്രോമ സെൻറ്ററിൻ്റെ ഹെഡ് ഉണ്ട്, ഡോക്ടർ സഞ്ജീവ് ബോയ്. കേരളത്തിൻ്റെ ഇതിനു വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്.
സഞ്ജീവ് ബോയ് സാറെ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ മിനിസ്റ്റർ വിളിച്ച സമയത്ത് അദ്ദേഹം ഇത്രയും നിസ്സഹായനായിട്ട് ഞാനും കേട്ടിട്ടുള്ള ടീച്ചർ എന്നോട് പറയരുത്, ഇത്രയും നിസ്സഹായനായിട്ട് കേട്ടിട്ടേ ഇല്ല ഇതുവരെ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു രക്ഷയില്ല, ഒരു ബെഡ് കിട്ടാനില്ല. ഇനി ആകെ ഒരു വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് എൻ്റെ ആ ഫോൺ ആ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം സഞ്ജീവ് ബോയ് സാറിന് ഒരു കുറ്റബോധം ഉണ്ടായി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ട് സാർ എന്നെ വിളിച്ചിട്ട് രൺദീപ് ഗുലേരിയ സാർ, അത് അവിടുത്തെ എയിംസിൻ്റെ ഹെഡിൻ്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു ഇവരെ വിളിച്ചു നോക്ക്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിൽ എങ്ങനെയെങ്കിലും കിട്ടിയാലോ എന്നുള്ളത്. ഇത്രയും ഞാൻ ആലോചിച്ച് അവരത്തെ ഈ മേഖലക്കകത്തുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ ഒരു ബെഡ് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യമല്ല എന്ന രീതിയിലേക്ക് ഒരു അവസ്ഥ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ജസ്റ്റ് പറയുന്നത് കേരളം ഒരു തുരുത്തായി നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലായിടത്തും ഉണ്ട്, മലയാളികൾ കാര്യമല്ല മനുഷ്യരെല്ലാവരും ഒരു പോലെ. പക്ഷെ നമുക്ക് കിട്ടുന്ന പാനിക് കോൾസ് എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതലാണ്. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞത് മാത്രം, ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂർ മുമ്പ് സംഭവിച്ചിട്ട് ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യമായിട്ട് പെട്ടെന്ന് ഓർത്തെടുത്ത് പറഞ്ഞു. അതാണ് നാടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് ഓർക്കുക. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറ്റമാണ് കാണിക്കാനോ അല്ല പറയുന്നത്. നേരത്തെ KJ ജേക്കബ് സാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിനൊരു തുരുത്തായി നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സർജ് കപ്പാസിറ്റി ഓരോരോ സംസ്ഥാനത്തിൻ്റെയും ഓരോരോ രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും സർജ് കപ്പാസിറ്റി എന്നുള്ള ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ സംസാരിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടിൻ്റെ വൈകുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും മഹാരാഷ്ട്രയിൽ സംസാരിക്കുമ്പോൾ ഓക്സിജൻ്റെയും വെന്റിലേറ്ററിൻ്റെയും അവൈലബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുകയും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പേരെടുത്ത് അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടാന്ന് വെച്ചിട്ട് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ക്രിമേഷന് സൗകര്യമുണ്ടോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ ക്രിമേഷൻ കൂട്ടിയിട്ട് കത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അത് ഓരോന്നിൻ്റെയും സർജ് കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇതൊന്നുമില്ലാത്ത സിറ്റുവേഷനിലാണ് ക്രിമേഷൻ്റെ കാര്യം സംസാരിക്കുക, ക്രിമേഷൻ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക. അതേസമയം പിന്നീട് അതിൻ്റെ ഒരു ലോവർ ലെവലാണ് നമ്മൾ ഓക്സിജൻ്റെ സപ്ലൈയെ കുറിച്ച് സംസാരിക്കുക. അങ്ങനെ ഓരോന്നും നമ്മൾ ലെവൽ നോക്കണം. നമ്മൾ സംസാരിക്കുന്നത് ടെസ്റ്റ് റിസൾട്ടുകൾ വൈകുന്നതിനെ കുറിച്ചാണ്. അതൊരു കണക്കിന് ഞാൻ പറഞ്ഞ ഒരു പോസിറ്റീവ് സൈനായിട്ടാണ്, വളരെ പോസിറ്റീവ് സൈനായിട്ട് കാണുന്നത്. കാരണം അതൊക്കെ സോൾവബിൾ ഇഷ്യൂസ് ആണെന്നുള്ള. ഇനി നമ്മുടെ ഇതിലേക്ക് വരാം, നമ്മുടെ ഓക്സിജൻ, വെന്റിലേറ്റർ, ICU ബെഡ്, ഇതായിരിക്കും മിക്കവാറും ആളുകളെ കൺസേൺ. മറ്റ് പല കൺസേണുകൾ നമുക്ക് അതിന് കൂടെ ചേർക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ പോലും ഓക്സിജനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 219 മെട്രിക് ടണ്ണാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് ഒരു ദിവസം ഇപ്പം ഇന്നത്തെ റിക്വയർമെന്റ് 82 മെട്രിക് ടൺ ആയിരുന്നു, ഇന്നലെ 73 ആയിരുന്നു, ഇന്ന് 82 മെട്രിക് ടണ്ണാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ആവശ്യം കൂടുന്നത് കൊണ്ട് തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ആ 219 എന്നുള്ളത് 250 ആക്കേണ്ട ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 250 മെട്രിക് ടൺ അവൈലബിലിറ്റി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവണം എന്നുള്ളത്. ഇത് ഓക്സിജന്റെ കാര്യം. വെന്റിലേറ്റർ കാര്യത്തിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെന്റിലേറ്റർ നമ്മുടെ ഒക്യുപ്പൻസി ഇപ്പോൾ 22%, 22% ആണ് നമ്മുടെ വെന്റിലേറ്റർ ഒക്യുപ്പൻസി ഉള്ളത്. അത് ഇന്നലെ അത് 19% പക്ഷെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്നത് സർക്കാർ ആശുപത്രിയുടെ വെന്റിലേറ്റർ ഒക്യുപ്പൻസിയാണ്. അത് തന്നെ പല ജില്ലകൾ വ്യത്യസ്തമാണ്. ഉദാഹരണം എറണാകുളം ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയോ നോക്കുകയാണെങ്കിൽ അത് വളരെ കൂടുതലാണ് അതിൻ്റെ ഒക്യുപ്പൻസി. ഏകദേശം 90% വെന്റിലേറ്റർ ഒക്യുപ്പൻസി പോലുള്ള സ്ഥലങ്ങൾ പോലും ഉണ്ട് സർക്കാർ ആശുപത്രിയിൽ. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൈവറ്റ് ആശുപത്രിയിൽ അൺടാപ്ഡ് ആയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം വെച്ചാൽ 1258 പ്രൈവറ്റ് ആശുപത്രികളാണ് കേരളത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ കാസ്പിലടക്കം പെടുത്താൻ പറ്റാവുന്ന ആശുപത്രികൾ. എന്നാൽ അത് കാസ്പ് എന്ന് പറഞ്ഞാൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് 106 ആശുപത്രികളാണ് ഈ കോവിഡ് ചികിത്സ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നത്. അവർക്കിപ്പോൾ ഇതുവരെ ഈ കഴിഞ്ഞ വേവിന് 60 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ, അതായത് സംസ്ഥാന സർക്കാരാണ് 90% കൂടുതൽ ആൾക്കാർ ചികിത്സിച്ചത്. അതോടൊപ്പം പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിച്ചവർക്ക് 60 കോടി രൂപയാണ് ഫസ്റ്റ് വേവിൽ കൊടുത്തത്. ഇനി രണ്ടാമത്തെ വേവിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ആശുപത്രികൾ മതിയാവില്ല. അതുകൊണ്ട് നമ്മൾ 106ഓടൊപ്പം 37 ആശുപത്രി കൂടി പുതുതായിട്ട് ഇതിനകത്ത് വന്നു. ഇനി കൂടുതൽ ആശുപത്രികളും കൂടുതൽ ബെഡുകളും നമുക്ക് ആവശ്യമാണ്. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നാളെ പ്രൈവറ്റ് ആശുപത്രികളായിട്ട് ചർച്ച വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ബെഡുകൾ നമുക്ക് ലഭിക്കണം, കൂടുതൽ ICU നമുക്ക് ലഭിക്കണം, കൂടുതൽ വെന്റിലേറ്റർ നമുക്ക് ലഭിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട്, കാരണം ഈ സമയത്ത് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടന്ന പോലെ ഉള്ളൊരു ചൂഷണം ഉണ്ടാവാൻ പാടില്ല എന്ന് ഓർക്കണം. അതിന് ചൂഷണം കേരളത്തിൽ ഉണ്ടാവാൻ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അത്തരം ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ കാസ്പിൻ്റെ അകത്ത് പെടുത്തിക്കൊണ്ടാണ് പരമാവധി ആളുകൾ കൊടുക്കുന്നത്. പ്രൈവറ്റ് സംവിധാനങ്ങൾ കേരളത്തിൽ കാര്യമായിട്ട് സഹകരിക്കുന്നുണ്ട് സർക്കാർ ആവശ്യപ്പെട്ടവർക്ക്. അതാണ് ICU ബെഡിൻ്റെയും വെന്റിലേറ്ററിൻ്റെ കാര്യം, നമ്മുടെ ഒക്യുപ്പൻസിയുടെ കാര്യം പറഞ്ഞത്. പിന്നെ ബെഡുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പരമാവധി ആളുകളും നമ്മൾ
വീടുകളിൽ തന്നെ രോഗലക്ഷണം ഇല്ലാത്തവർക്ക് ഹോം ബേസ്ഡ് കെയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം വീട്ടിൽ അതിന് സൗകര്യമില്ല, വീട്ടിൽ 21ഓളം ഘടകങ്ങൾ നോക്കിയിട്ടാണ് അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് അവിടെ അനുവദിക്കുക. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡൊമിസിലറി കെയർ ഫെസിലിറ്റി, അതായത് അവിടെ വെറും താമസിക്കാനുള്ള സൗകര്യം, അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെങ്കിലുള്ള സൗകര്യം ഡൊമിസിലറി കെയർ. അതിന് മുകളിൽ CFLTC 62 CFLTCസിലായിട്ട് ഇപ്പം ഏകദേശം ഒക്യുപ്പൻസി വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 48% ഒക്യുപ്പൻസി വരുന്നുള്ളൂ. അപ്പം ഇനി കൂടുതൽ CFLTCs വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം, ബെഡുകൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളും എല്ലാം വളരെ ആക്റ്റീവായിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മളിതൊന്നും ഇൻവിൻസിബിൾ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ വളരെ കൂടുതലാണ്, ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ അത് കടന്നു പോവില്ല എന്നല്ല, നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പില്ല. പക്ഷെ കൂടുതൽ കേസുകൾ നമുക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും അതിൻ്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിക്കണം. രോഗവ്യാപന വേഗത കാര്യമായിട്ട് കുറച്ച് നിർത്തുക തന്നെ വേണം. റൈറ്റ്. ഇവിടെ ഡോക്ടർ അനീഷ്, നമ്മളിവിടെ നിയന്ത്രണങ്ങളെക്കുറിച്ചുകൂടി, ഇനിയിപ്പോൾ വലിയ ജനക്കൂട്ടമൊക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് തൃശ്ശൂർ പൂരം നടത്തി എന്ന് പറയാം. അതിൽ തന്നെ ഞാൻ ചോദിച്ചതിലെല്ലാം ഉണ്ടല്ലോ. ഇനി വരാൻ പോകുന്ന നിയന്ത്രണം, ഇപ്പോൾ ശനി ഞായറും ലോക്ക്ഡൗൺ അല്ല, പക്ഷേ കർശന നിയന്ത്രണങ്ങൾ. തിങ്കളാഴ്ചത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം കൂടുതൽ നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മെയ് 2 വോട്ടെണ്ണൽ ദിവസമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇതൊക്കെ പറയുമ്പോഴും കേരളം കരുതിയിരിക്കേണ്ടതും കൂടുതലായി ശ്രദ്ധിക്കേണ്ടതും ഡോക്ടറുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മുഹമ്മദ് ഷീൽ പറഞ്ഞു നിർത്തിയ സ്ഥലത്തുനിന്ന് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെയുള്ള കേസുകൾ കാണുമ്പോൾ കേരളം പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കേസിനേക്കാളും കൂടുതലാകുന്ന ഒരു സാഹചര്യമാണ്. ഈ പടി എത്രത്തോളം കയറും എന്നുള്ള കാര്യം നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. അപ്പോൾ ഇതിന് തക്കവണ്ണം നമ്മളുടെ കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ എത്രത്തോളം കഴിയും എന്നുള്ള കാര്യവും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ജേക്കബ് സാറ് പറഞ്ഞതുപോലെ ഒരു തുരുത്തായി നമുക്ക് എത്ര കാലം നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും വെന്റിലേറ്ററിലേക്കും ബെഡുകളിലേക്കും എത്തുന്നത് രോഗികളാണ് എന്നുള്ളത് കൊണ്ടും രോഗികൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ മാത്രമേ നമുക്കിതിനെ നേരിടാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ വീണ്ടും രോഗവ്യാപനം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം ഉള്ള പരിഹാരം. അല്ലാതെ രോഗികൾ ഉണ്ടാകുന്നതനുസരിച്ച് ബെഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയും ഓക്സിജൻ്റെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഇപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ ഞായറും ശനിയാഴ്ചയും വീട്ടിലിരിക്കുന്നതാണെങ്കിലും ഇപ്പോൾ വൈകുന്നേരം പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വൈകുന്നേരം ഈ കടയൊക്കെ അടച്ചിരുന്നുകൊണ്ട് എന്താണ് കൊറോണ വൈറസ് ഇറങ്ങുന്നത്? അല്ലെങ്കിൽ ഇതിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇതിലൂടെ കൊടുക്കുന്ന സന്ദേശം ആളുകൾ ഇത് വൈകുന്നേരം, ഏറ്റവും കുറഞ്ഞത് വൈകുന്നേരം 7 മണിക്ക് കൊറോണയെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമൂഹ്യ സന്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് മറ്റ് ഒരുപാട് ഘടകങ്ങൾ നമ്മൾ കോവിഡിനെ നമ്മളുടെ പരിഗണനയുടെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും കൂടി വരുമ്പോൾ, സർവകക്ഷി യോഗമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും രോഗം കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള സങ്കേതങ്ങൾ രൂപപ്പെടും എന്നുള്ളതൊരു സംശയമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ന് ഉള്ളതിനേക്കാൾ നാളെ രോഗികൾ കൂടുതലായിരിക്കും. അപ്പോൾ നാളെ രോഗിയാകാൻ പോകുന്ന ആളുകൾ ഇന്ന് രോഗലക്ഷണമില്ലാതെ വൈറസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് പരക്കെ കഴിയുന്നത്ര ആളുകളെ രോഗികളെ കണ്ടെത്താനുള്ള, അതായത് നാളെ രോഗിയാകാൻ പോകുന്ന ആൾക്കാരെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന മാസ് ടെസ്റ്റിംഗ് പോലെയുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ ഡിവൈസ് ചെയ്യുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ തന്നെ മാസ് ടെസ്റ്റിംഗ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ പറ്റി ചിന്തിക്കുക, തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചിന്തിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്നത് ആവശ്യമാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നിന്നാൽ മാത്രമേ ഈ പറയുന്ന കേരളം ഒരു തുരുത്തായി നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാനായിട്ട് കഴിയുള്ളൂ. പിന്നെ കേരളം തുരുത്തായി നിൽക്കണമെങ്കിൽ സത്യത്തിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള രോഗവ്യാപനം കുറഞ്ഞേ മതിയാവുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ജനറ്റിക് വേരിയേഷൻസ് എന്ന് നമ്മൾ പറയുന്ന ഡബിൾ മ്യൂട്ടൻ്റ് എന്നൊക്കെ പറയുന്നത് മറ്റ് നാടുകളിലെ രോഗവ്യാപനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ നിലനിൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗത്തും ഒരുപക്ഷെ ലോകത്തിൻ്റെ മറ്റു ഭാഗത്തും രോഗവ്യാപനം കുറയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മളിതിനെ പൊളിറ്റിക്കലി കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിനെപ്പറ്റി നമ്മളൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു സ്വഭാവത്തോടു കൂടി നമ്മൾ നോക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടത് അവിടങ്ങളിൽ എല്ലാ രോഗവ്യാപനം കുറയാണ് വേണ്ടത്. കാരണം അവിടങ്ങളിൽ രോഗവ്യാപനം കുറഞ്ഞാലേ നമുക്കൊരു തുരുത്തായിട്ട് നിൽക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഒട്ടേറെ ലക്ഷക്കണക്കായ ആളുകളാണ് കേരളത്തിന് പുറത്ത് നമ്മുടെ മലയാളികൾ വളരെ ആശങ്കയോടുകൂടി കഴിയുന്നത് എന്നതും നമ്മുടെ തന്നെ പ്രശ്നമാണ്. നമ്മളൊരു തുരുത്തായി നിൽക്കുമ്പോഴും നമ്മളെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നം കൂടിയാണത്. ശ്രീ ജേക്കബ്, വളരെ ചുരുക്കം വാക്കുകളിൽ, അതായത് താങ്കൾ കൂടുതലും ദേശീയ സാഹചര്യത്തിൽ നിൽക്കുന്ന അപകടകരമായ
പ്രശ്നങ്ങളെയാണ് കൂടുതലായും നിരീക്ഷിച്ചത്. കേരളത്തെക്കുറിച്ച് ചികിത്സാ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു, നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിന്റെ ഒരു ലക്ഷണവും രീതിയുമാണോ കേരളത്തിൽ കണ്ടുവരുന്നത്? താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമുക്ക് പറയാൻ നിവൃത്തിയില്ല. കാരണം ഇത് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഹോസ്പിറ്റലുകളുടെ ഫെസിലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക, ഓക്സിജൻ സപ്ലൈ കൂട്ടിക്കൊണ്ടിരിക്കുക, വെന്റിലേറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അവസാനം ശവസംസ്കാരത്തിനുള്ള കുഴിമാടങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതിന്റെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യം. കേരളത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഈ വ്യാപനം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കൊന്ന് ആൾക്കാർക്കൊക്കെ കുറെയൊക്കെ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൌൺ അടക്കമാണോ പറയുന്നത്? ഇക്കണോമിക് ആക്ടിവിറ്റി. ഇപ്പൊ എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ആകെ കൂടി എതിർപ്പ് തോന്നിയിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, കടകൾ അടച്ചിടുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് എതിർപ്പ് തോന്നിയിട്ടുള്ളത്. കാരണം കടകൾ നമ്മൾ നേരത്തെ അടച്ചിടുമ്പോൾ ആൾക്കാരുടെ കൺസംഷൻ തീരെ കുറയുകയും തിരക്ക് കൂടുകയും ചെയ്യും. അത് ഒഴികെ ബാക്കി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ രാത്രി നൈറ്റ് കർഫ്യൂ എന്ന് പറയുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നൈറ്റ് കർഫ്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് 9 മണിക്ക് മുമ്പ് തിരിച്ചെത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പോവുള്ളൂ. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ യാത്ര ചിലപ്പോൾ ഒഴിവാക്കും. ഒഴിവാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു യാത്രയ്ക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോവിഡ് വരാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ അത്തരം സിംബോളിക്കായ അത്തരം നിയന്ത്രണങ്ങൾക്ക് ഞാൻ പരിപൂർണ്ണ യോജിപ്പാണ്. അതിന് സർക്കാരും വിദഗ്ധന്മാരായ മനുഷ്യരും അവർക്ക് ലോകത്തിൽ ഇന്നിപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല, നമുക്കറിയാം ഇപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളോട് പരിപൂർണമായിട്ടും യോജിച്ച് ഇപ്പൊ കടകളടയ്ക്കാൻ പറഞ്ഞാൽ ഞാനതിനെ എതിർക്കുന്നു എന്നുള്ളതല്ല, നമ്മളതിനെ പരിപൂർണമായിട്ട് എതിർക്കുക, ഞാൻ രോഗിയാവാതിരിക്കുക എന്നുള്ളത് ഞാൻ എന്നോടും രോഗ തെറ്റാണെന്നുള്ള ഞാൻ പറയുന്നത്. അത് ചെയ്യുക എന്നുള്ളതാണ്. ആ നിയന്ത്രണങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്തേ പറ്റൂ. ഡോക്ടർ അരവിന്ദൻ, ശ്രീ കെ പി അരവിന്ദൻ, ഒരൊറ്റ കാര്യം കൂടി, കൂടുതൽ നിയന്ത്രണങ്ങളുടെ ഒരു വലിയ സാധ്യത കേരളത്തിലും താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ ഇനി വരുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും കേസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴാണ് നമ്മൾ പരമാവധി രോഗം നിയന്ത്രിക്കേണ്ട സമയം. അപ്പോൾ മാസ് ടെസ്റ്റിങ്ങിനെ പറ്റി ഒറ്റ കാര്യം മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി പലപ്പോഴും ICMR-ഉം ഇവരും എല്ലാം പറഞ്ഞ് RT-PCR എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് റിസൾട്ട് കിട്ടാൻ വൈകും. നമ്മൾ ഇന്ന് പറയുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പത്തെ കണക്കാണ് ഇന്നത്തെ കണക്കായിട്ട് പറയുന്നത്. ഇന്നത്തെ എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അതിനെ പരമാവധി മാസ് ടെസ്റ്റിങ്ങിനും ഒക്കെ പരമാവധി ആൻറ്റിജൻ ടെസ്റ്റ് 2 മണിക്കൂർ കൊണ്ട് ടെസ്റ്റ് കിട്ടുന്ന ആൻറ്റിജൻ ടെസ്റ്റിലേക്ക് നമ്മൾ പോകണം. അടിയന്തരമായി വരുത്തേണ്ട ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് അതാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ രോഗികളെ കണ്ടെത്തി അവരെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഒറ്റ സെൻറ്റൻസിൽ ഡോക്ടർ അഷീൽ ഒരു മറുപടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, അദ്ദേഹം വെച്ച നിർദ്ദേശം കേട്ടല്ലോ. ഇല്ല, അതെ, തീർച്ചയായിട്ടും സാറ് പലപ്പോഴും നമ്മുടെ ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ ഈ ഒരു അണ്ടർ റേറ്റ് ചെയ്യുക. ഈ ഒബ്സേഷൻസ് ആളുകൾക്ക് RT-PCR മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് എന്തോ ചെറുതാണെന്നുള്ള തോന്നുന്നുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആൻറ്റിജൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രോഗലക്ഷണമുണ്ട്, ആൻറ്റിജൻ നെഗറ്റീവാണ്, എന്നാൽ പിന്നെ RT-PCR എടുക്കുന്നു. ആ RT-PCR എടുക്കുന്ന സമയത്തോടത്തോളം അതിൻ്റെ റിസൾട്ട് വരുന്നവരെ നമ്മൾ കരുതേണ്ടത് നമ്മൾ രോഗിയാണ് എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ കോമൺ ആയിട്ടുള്ള രോഗം എന്ന് പറയുന്നത് COVID-19 ആയതുകൊണ്ട് രോഗിയായിട്ട് തന്നെ കരുതണം. അതുകൊണ്ട് പരമാവധി നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുകയും ആ മാനദണ്ഡങ്ങൾ തന്നെയാണ് പറയുന്നത്. ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുകയും ലക്ഷണങ്ങളുണ്ട്, ആൻറ്റിജൻ നെഗറ്റീവ് ആണെങ്കിൽ RT-PCR പോവുകയും RT-PCR റിസൾട്ട് വരുന്നവരെ തീർച്ചയായിട്ടും ക്വാറന്റൈനിൽ തന്നെ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻറ്റിജൻ ടെസ്റ്റ് മോശം ടെസ്റ്റ് അല്ല, അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാവാൻ പാടില്ല. ഡോക്ടറുടെ കൂടി അഭിപ്രായം? ഞാൻ അതിശക്തമായിട്ട് KP അരവിന്ദൻ സാർ പറഞ്ഞതിനെ പിന്തുണയ്ക്കുന്നു. വ്യാപകമായിട്ടുള്ള ആൻറ്റിജൻ ടെസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ള പരിഹാരം. ICMR പല കാര്യങ്ങളിലും അശാസ്ത്രീയ നിലപാട് എടുക്കുന്നുണ്ട്. അതാണ് കേന്ദ്ര സർക്കാരിനെ ഒരുപക്ഷെ ഇത് അശാസ്ത്രീയ നിലപാടുകൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം ICMR കൂടുതൽ ശാസ്ത്രീയ നിലപാടുകളിലേക്ക് വരികയും ശക്തമായിട്ട് നമ്മുടെ നാട്ടിൽ രോഗപ്രതിരോധ സംവിധാനത്തിനെ ഊട്ടിയുറപ്പിക്കുകയും വേണം. തീർച്ചയായും ഈ കാലത്ത്, അല്ലെങ്കിൽ ഈ ദിവസം അടക്കം ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് അതീവ ഗുരുതരമായൊരു സാഹചര്യത്തിലൂടെയാണ്. ആ കാലത്ത് വളരെ പ്രസക്തമായ ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ വളരെ പ്രസക്തമായി ഇവർ 4 പേരും ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുമാണ്. ആ നിലയിൽ വളരെയധികം നന്ദി 4 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും.